ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ പറമ്പിക്കുളം ടൈഗർ റിസർവിന് ശേഷം അടുത്ത യാത്ര പ്ലാൻ ചെയ്തു. ചരിത്രങ്ങളുറങ്ങുന്ന പാമ്പൻ പാലവും ധനുഷ്കോടിയും അവിടേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിക്കുകയാണ്. ആ യാത്രയുടെ ഏകദേശം അവസാന ഘട്ടമാണിത്. ഒരാൾ സൂപ്പറായി ഉറങ്ങുകയാണ്, നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ രണ്ട് സ്ഥലത്തും നിറയെ ഉപ്പളങ്ങളാണ്, ഉപ്പിൻ്റെ പ്രൊഡക്ഷൻ. പിന്നെ വിൻഡ് മില്ലുകളും ഫാക്ടറികളും, അങ്ങനെ മനോഹരമായ ദൃശ്യങ്ങൾ എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. സൗദി അറേബ്യയിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീല്, വിജനമായ സ്ഥലങ്ങൾ. എങ്കിലും യാത്രക്കാരൊക്കെ ഉണ്ട്. കാളവണ്ടി യാത്രയും ടൂ വീലറിൽ ഉള്ള ലേഡീസിൻ്റെ യാത്രകളും എല്ലാം കണ്ട് ഞങ്ങൾ സന്തോഷകരമായി യാത്ര ചെയ്ത്, ഈ പ്രായത്തിൽ ഇപ്പോൾ ചെറിയ ആരോഗ്യമുള്ള സമയത്ത് ഞങ്ങൾ പോകുന്നത് കൊണ്ട് പോകുന്നു. കുറേ കൂടെ കഴിഞ്ഞ് ഞങ്ങളുടെ ആരോഗ്യം എല്ലാം ക്ഷയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും കൊണ്ടുപോകില്ല. തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ പോലും ബസ്സിൽ കയറ്റി കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച് ഓരോ യാത്രകൾ, ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള യാത്രകൾ നടത്തുകയും അത് വിഷ്വലൈസ് ചെയ്യുകയും അത് യൂട്യൂബിലൂടെ ഇടുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ മനസ്സിനൊരു സുഖം. അതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളുടെ യാത്ര ഏകദേശം ഞങ്ങൾ ഉദ്ദേശിച്ച ഏരിയയിൽ എത്താറായി. പാമ്പൻ എത്താറായി. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കടൽ അതാണിത്. ഞങ്ങളിതാ ഇനി അടുത്ത് പാമ്പൻ പാലത്തിലേക്ക് കയറാൻ പോവുകയാണ്. രണ്ട് സൈഡ് കടലാണല്ലേ? ഇതെല്ലാം ഇരിക്കുന്നു, ഇത് കിടങ്ങാണ് നമ്മൾ പാലത്തേക്കാണ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പാമ്പൻ പാലമെത്തി. വളരെ വലിയ ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണിത്. ചെന്നൈയിൽ നിന്നും പാമ്പൻ പാലം വഴി ധനുഷ്കോടി, അതാണ് ഈ റൂട്ട്. ധനുഷ്കോടിയിൽ നിന്നും സ്റ്റീം ബോട്ട് വഴി ശ്രീലങ്കയിലേക്ക്. മണ്ഡപത്തിൽ നിന്നും പാമ്പൻ പാലം വരെ 2.6 കിലോമീറ്റർ നീളമുള്ള ഒരു പാലം. ഒരു വിസ്മയമാണ് ഈ പാലം. അത്ഭുതകരമായ ആ പാമ്പൻ പാലം ഇതാ നമ്മളെ കണ്ണു മുമ്പിലെത്താൻ പോവുകയാണ്. ഇതാ കണ്ടോളൂ, ഇതാണ് വിസ്മയം തീർത്ത ആ പാമ്പൻ പാലം. ഇതിൻ്റെ നിർമ്മാണ ചെലവ് 70 ലക്ഷം രൂപയാണ്. 144 തൂണുകളിൽ അത്ഭുതകരമായി നിൽക്കുന്ന പാലം ഉരുക്ക് കൊണ്ട് ലണ്ടനിൽ നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ ഈ രീതിയിൽ ഫിറ്റ് ചെയ്തു. ഒരേ സമയം തീവണ്ടിക്കും അതേസമയം തന്നെ കപ്പലിനും പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം. നോക്കൂ, അന്നത്തെ തീവണ്ടിയുടെ യാത്രാപഥവും കപ്പൽ വരുമ്പോൾ ആ പാലത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അതിൻ്റെ എഞ്ചിനീയറിംഗ് വൈഭവങ്ങളും ഒന്ന് നോക്കൂ. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ കടൽപ്പാലം. ഈ പാലം വഴി വെറും 30 കിലോമീറ്റർ കടന്നാൽ ശ്രീലങ്കയിലെത്താം. 1888 റോഡ് പാലം വരുന്നതിന് മുമ്പ് വരെ രാമേശ്വരത്തുകാർക്ക് ഇന്ത്യ വൻകരയുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗമായിരുന്നു പാമ്പൻ പാലം. ഈ മനോഹരമായ പാലത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിസ്മയം നടക്കുന്നത് 100 വർഷങ്ങൾക്ക് മുമ്പാണെന്നുള്ള കാര്യം നമ്മൾക്ക് ഓർമ്മയിലിരിക്കണം. കപ്പലുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഈ പാലം ഒരു വാതിൽ തുറക്കുന്നത് പോലെ തുറന്നു മാറിക്കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
ഇപ്പോൾ പാമ്പൻ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ പലതവണ നടത്തിയെങ്കിലും അപകട സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. ഈ പാമ്പൻ പാലത്തിൻ്റെ വിസ്മയങ്ങൾ അയവിറക്കിക്കൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ തന്നെ ചെലവിട്ടു. ഇവിടുത്തെ ഓരോ കാഴ്ചകളും മനോഹരവും അത്ഭുതകരവുമാണ്. ഇതിനെല്ലാം എൻ്റെ ക്യാമറയിൽ ഒപ്പിക്കൊണ്ട് ഞങ്ങൾ ഇനി ധനുഷ്കോടിയിലേക്ക് യാത്ര തിരിക്കാൻ ആരംഭിക്കുകയാണ്. ഇനി നമ്മൾ ധനുഷ്കോടി, ആ അത്ഭുത നഗരത്തിലേക്ക് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. വിശപ്പുണ്ട്, എല്ലാവർക്കും വിശപ്പടിച്ചു തുടങ്ങി. ഇനി ഫസ്റ്റ് നമുക്കൊരു ഹോട്ടൽ കണ്ടെത്തുക. അതിനുശേഷം ആഹാരം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ധനുഷ്കോടിയിലേക്ക് യാത്ര തിരിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ളതിൽ മിഹാദാക്കാക്ക് വിശപ്പ് വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ബാക്കി പറ്റുമെങ്കിൽ നമ്മളെയൊക്കെ കടിച്ച് തിന്നുകളയും. ആ മനുഷ്യൻ്റെ വിശപ്പ് എത്രയും പെട്ടെന്ന് അടക്കണമെന്നുള്ള മോഹത്തോടു കൂടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുനാഫ് മാവ. അങ്ങനെ ഹോട്ടൽ ലക്ഷ്യമാക്കി പോയെങ്കിലും ഹോട്ടലൊന്നും ഈ അടുത്തൊന്നും കണ്ടില്ല. എങ്കിലും ഞങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ ഹോട്ടലുകൾ നോക്കി യാത്ര തുടരുകയാണ്. എടാ ഇത്തി ബഹളം ഉണ്ടാക്കാതെ ഇരിക്കണേ. കിളവന്മാരായാലും നിനക്കൊക്കെ അഹങ്കാരവും ബഹളം കുറച്ചുകൂടെ അല്ലേ? സംഭവം എന്താണെന്നറിയോ, ഈ 100 പ്രാവശ്യം വന്നവന്മാർ കാണും. ഇതുപോലെ എവിഡൻസോട് കൂടി ഒരുത്തനും ഇല്ല, അറിയോ? ഓ നീക്ക് ഇപ്പൊ ഒന്നായിട്ട് വല്ല തെളിവുണ്ടടാ? ഇത് കാണിച്ചാലടാ എപ്പിസോഡ്. അഞ്ചാറെണ്ണം കയറി വരും ടൂറ് കൊടുക്കാന്ന് പറഞ്ഞോണ്ട്. പൈസകൾ മുളകി ചാപ്പാടും ഇല്ല. 650 രാവിലെ 270. വല്ല കാര്യമുണ്ടോ? ഒരു കിലോ ബീഫ്, 1 കിലോ ബിരിയാണി അരി എടുത്ത് സുഖമായിട്ട് ചാവ് ബിരിയാണി ഉണ്ടാക്കിയ. രസകരമായ സംസാരങ്ങൾക്കും തർക്കങ്ങൾക്കും ശേഷം ഞങ്ങൾ ഹോട്ടൽ കണ്ടെത്തുകയും ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുകയും അതിനുശേഷം ധനുഷ്കോടിയിലേക്ക് യാത്ര തുടരുകയും ചെയ്തു. നിങ്ങൾ അടുത്ത എപ്പിസോഡ് കാണണം. ധനുഷ്കോടിയിൽ നടന്ന ആ മഹാസംഭവത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയണം. നിങ്ങളെല്ലാവരും എൻ്റെ എപ്പിസോഡുകളെല്ലാം കാണണം. പ്രത്യേകിച്ച് അടുത്ത എപ്പിസോഡ് കാണണം. ഓക്കെ, ഗുഡ് ബൈ.